ബാവോയുടെ സന്തോഷത്തിന്റെ കൊട്ട. സന്തോഷവും വെയിലും നിറഞ്ഞ ഒരു കാട്ടിൽ ബാവോ എന്നൊരു പഞ്ഞിക്കെട്ടുപോലെയുള്ള പാൻഡ ജീവിച്ചിരുന്നു. അവന് പച്ചപ്പുൽമേട്ടിൽ ഉരുണ്ടുമറിയാൻ വലിയ ഇഷ്ടമായിരുന്നു. ഹായ്, അവൻ ചിത്രശലഭങ്ങളോട് വിളിച്ചു പറയും. കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു വണ്ടുമായി ഒളിച്ചുകളിക്കുന്നതിനിടയിൽ ബാവോ അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കണ്ടു. ഒരു വലിയ പായൽ പിടിച്ച പാറയുടെ അരികിൽ അവൻ അതുവരെ കണ്ടിട്ടില്ലാത്തത്ര തിളക്കമുള്ള ചുവന്ന ആപ്പിളുകൾ നിറഞ്ഞ ഒരു കൊട്ട. ഹായ്, അവൻ അത്ഭുതപ്പെട്ടു. ഒരു നിധി, ഇതെല്ലാം എനിക്ക്. ബാവോ ആ കൊട്ടയെ ചേർത്തുപിടിച്ചു. അവൻ ഏറ്റവും വലിയ ആപ്പിൾ എടുത്ത് ഒരു വലിയ കടി കടിച്ചു. ക്രഞ്ച്! അത് വളരെ മധുരവും നീരും നിറഞ്ഞതായിരുന്നു. കൊള്ളാം, അവൻ സന്തോഷത്തോടെ പിറുപിറുത്തു. ഇതെല്ലാം എന്റേതാണ്. ഞാൻ ഒരെണ്ണം പോലും ആർക്കും കൊടുക്കില്ല. അപ്പോഴാണ് അവന്റെ സുഹൃത്തായ പിപ്പ് നീണ്ട ചെവികളുള്ള ഒരു മുയൽ ചാടിച്ചാടി വന്നത്. ഹലോ ബാവോ, പിപ്പ് മൂക്ക് വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണിത്ര നല്ല മണം? ബാവോ വേഗം ആ വലിയ കൊട്ടപ്പുറകിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല, അവൻ പറഞ്ഞു. എന്റെ പലഹാരം മാത്രം. പിപ്പിന്റെ ചെവികൾ താഴേക്ക് തൂങ്ങി. ഓ, അവൻ പതുക്കെ പറഞ്ഞു. ശരി. എന്നിട്ട് അവൻ സങ്കടത്തോടെ പൂക്കൾക്കിടയിലേക്ക് ചാടിപ്പോയി. കുറച്ചുകഴിഞ്ഞ് നട്ട്മെഗ് എന്ന അണ്ണാൻ മുകളിലെ ഒരു കൊമ്പിലിരുന്ന് ചിലച്ചു. ഹായ് ബാവോ, അത് ആപ്പിളാണോ? ചെറിയ ചുവന്ന രത്നങ്ങൾ പോലെയുണ്ടല്ലോ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ രോമമുള്ള വാൽ ആവേശത്തോടെ ചലിച്ചു. ഇതെന്റെ ആപ്പിളുകളാണ്, ബാവോ മരത്തിനു നേരെ പുറംതിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റേതു മാത്രം. നട്ട്മെഗിന്റെ സന്തോഷകരമായ ചിലപ്പു നിന്നു. അവളുടെ രോമമുള്ള വാൽ താഴ്ന്നു. അവൾ നിശബ്ദയായി മരത്തിന്റെ തടിയിലൂടെ മുകളിലേക്ക് കയറി ഇലകൾക്കിടയിൽ അപ്രത്യക്ഷയായി. ഒടുവിൽ ബാവോ അവന്റെ ആപ്പിളുകളുമായി തനിച്ചായി. അവൻ മറ്റൊരു കടികടിച്ചു. പക്ഷേ അതിന് പഴയ രുചി തോന്നിയില്ല. കാട് പെട്ടെന്ന് നിശബ്ദമായി. ആപ്പിളുകൾക്ക് നിറയ്ക്കാൻ കഴിയാത്ത ഒരുതരം ശൂന്യത അവന് തോന്നി. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ പിപ്പും നട്ട്മഗും ദൂരെ ഒരുമിച്ചിരുന്ന് ഒരു ചെറിയ പഴം പങ്കുവെക്കുന്നത് കണ്ടു. അവരുടെ കയ്യിൽ അധികമൊന്നുമില്ലായിരുന്നു, പക്ഷേ അവർക്ക് പരസ്പരമുണ്ടായിരുന്നു. ബാവോയുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വേദന തോന്നി. അവൻ തന്റെ കൊട്ടയെടുത്തു. നിൽക്കൂ, അവൻ അവരുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഞാനും പങ്കുവെക്കാം. പിപ്പിന്റെയും നട്ട്മെഗിന്റെയും മുഖത്ത് വലിയ പുഞ്ചിരി വിടർന്നു. മൂന്ന് സുഹൃത്തുക്കളും വട്ടത്തിലിരുന്ന് മധുരമുള്ള ആപ്പിളുകൾ കടിച്ച് വയറുവേദിക്കുന്നതുവരെ ചിരിച്ചു. കാട് സന്തോഷത്തിന്റെ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു. പങ്കുവെക്കുന്നത് ഒന്നും കുറയ്ക്കുകയല്ല, മറിച്ച് എല്ലാവർക്കും സന്തോഷം വർദ്ധിപ്പിക്കുകയാണെന്ന് ബാവോ മനസ്സിലാക്കി.